നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകര സമാധി കേസിൽ ദുരൂഹത സംശയിച്ച് പോലീസ്. ഗോപൻ സ്വാമി മരിച്ച ദിവസം രണ്ടുപേർ വീട്ടിൽ വന്നിരുന്നുവെന്ന മക്കളുടെ മൊഴി കണക്കിലെടുത്ത് പോലീസ് അന്വേഷണം നടത്തും. വീട്ടിലേക്ക് വന്നുവെന്ന് മക്കൾ പറഞ്ഞ രണ്ടുപേരെ കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര പ്ലാവല സ്വദേശികളാണ് വീട്ടിലെത്തിയതെന്നായിരുന്നു മൊഴി. കുടുംബാംഗങ്ങൾ അല്ലാതെ മറ്റാരും വീട്ടിൽ ഇല്ലായിരുന്നുവെന്നാണ് ഇതുവരെ മക്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ രണ്ടുപേർ രാവിലെ വന്ന് ഗോപൻ മരിക്കുന്നതിന് മുമ്പ് തിരിച്ചുപോയി എന്നാണ് ഒരു മകൻ മൊഴി നൽകിയിരിക്കുന്നത്. മക്കളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് പോലീസ് നിഗമനം. കഴിഞ്ഞ ദിവസം ഗോപൻ സ്വാമിയെ അടക്കി കല്ലറ പൊളിക്കാനുള്ള തീരുമാനം കനത്ത പ്രതിഷേധം മൂലം ഉദ്യോഗസ്ഥർക്ക് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. ഇന്ന് പുതിയ തീയതി തീരുമാനിക്കും. സ്ഥലത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ മനസ്സിലാക്കി പോലീസിനോടും ക്രൈംബ്രാഞ്ചിനോടും കൂടി സംസാരിച്ച ശേഷമാകും ഇനി തീയതി നിശ്ചയിക്കുക. പലരും വിഷയം മതപരമായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ നിയമവശങ്ങൾ കുടുംബത്തോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷമാകും തീരുമാനമെടുക്കുക. ഏതൊരു സ്ഥലത്തും അസ്വാഭാവിക മരണം റിപ്പോർട്ട് ചെയ്താൽ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് ഇവിടെയും എടുത്തിട്ടുള്ളതെന്നും സബ് കളക്ടർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കല്ലറ പൊളിക്കാൻ തീരുമാനമായതോടെ തിങ്കളാഴ്ച നാട്ടുകാരും ഹൈന്ദവ സംഘടനാ പ്രവർത്തകരും തമ്മിൽ തർക്കം ഉടലെടുക്കുകയായിരുന്നു. ഇരുവിഭാഗത്തെയും പോലീസ് സ്ഥലത്തു നിന്ന് മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ വീണ്ടും സംഘർഷം ഉണ്ടാവുകയായിരുന്നു. കല്ലറ പൊളിക്കാനായി നോട്ടീസ് നൽകിയിട്ടില്ല എന്നും കുടുംബത്തിന്റെ കൈവശമുള്ള പൂജകൾ ചെയ്യുന്ന സ്ഥലമായതിനാൽ കല്ലറ പൊളിക്കാനായി സാധിക്കില്ല എന്നുമാണ് ഒരു വിഭാഗത്തിന്റെ വാദം. ഗോപൻ സ്വാമിയുടെ സമാധി പോസ്റ്റർ അച്ചടിച്ചാലും ദുരൂഹത ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എവിടെ നിന്നാണ് പോസ്റ്റർ തയ്യാറാക്കി എന്നതിൽ മക്കൾ വ്യക്തമായ ഉത്തരം നൽകിയില്ലെന്നാണ് പോലീസ് പറയുന്നത്. പോസ്റ്റർ നേരത്തെ തന്നെ തയ്യാറാക്കിയതായും സംശയിക്കുന്നതായി പോലീസ് പറയുന്നുണ്ട്. സമാധി തുറക്കുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം ഇന്നുണ്ടാകും. വീട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചോടെ സമാധി പൊളിക്കുന്ന നടപടി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു. സമാധി പൊളിക്കുന്നതിനെതിരെ കുടുംബവും ചില സംഘടനാ പ്രവർത്തകരും രംഗത്തെത്തുകയായിരുന്നു. സമാധി പൊളിച്ച് വാസ്തവം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം നാട്ടുകാരും സംഘടിച്ചു. ഇതോടെ നാടകീയ രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം സ്ഥലത്ത് അരങ്ങേറിയത്. നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് ഗോപൻ സ്വാമിയുടെ കുടുംബം അറിയിക്കുന്നത്. ഗോപൻ സ്വാമി വ്യാഴാഴ്ച രാവിലെ 11 നടന്നുപോയി സമാധി സ്ഥലത്തെത്തി പത്മാസനത്തിൽ ഇരുന്നത് സമാധിയായെന്നാണ് ഇളയ മകൻ രാജസേനൻ പറയുന്നത്. തുടർന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തി കോൺക്രീറ്റ് അറയിൽ അടച്ചു. എന്നാൽ ഗോപൻ സ്വാമി കിടപ്പിലായിരുന്നു എന്നാണ് ബന്ധുവിന്റെ മൊഴി. ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന നാട്ടുകാരുടെ പരാതി പോലീസിന് മുന്നിൽ നിൽക്കുകയാണ്. വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും പരസ്പര വിരുദ്ധമായ മൊഴിയാണ് പോലീസിന് ലഭിച്ചത്. ഇതോടെയാണ് സമാധി സ്ഥലം പൊളിക്കാൻ കളക്ടർ ഉത്തരവിട്ടത്. പൊളിക്കാൻ കഴിയാതെ സബ് കളക്ടർ മടങ്ങിയതോടെ ദുരൂഹതയും തുടരുകയാണ്. സമാധി പൊളിക്കാൻ അനുവദിക്കില്ലെന്ന് തന്നെയാണ് ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ ആവർത്തിക്കുന്നത്. നിയമ നടപടിയെക്കുറിച്ച് ഹിന്ദു ഐക്യവേദി തീരുമാനമെടുക്കുമെന്നും ഗോപൻ സ്വാമിയുടെ മകൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സമാധി പോസ്റ്റർ അച്ചടിച്ചത് താനാണ്. വ്യാഴാഴ്ച ആലുമൂടിലുള്ള സ്ഥലത്തു നിന്നാണ് പ്രിന്റ് എടുത്തതെന്നും ഗോപൻ സ്വാമിയുടെ മകൻ പറയുന്നു. പോലീസ് ഇന്നലെയും മൊഴി രേഖപ്പെടുത്തി. ഇതുവരെ പോലീസ് നോട്ടീസ് നൽകിയിട്ടില്ലെന്നും സനന്ദൻ കൂട്ടിച്ചേർത്തു. ദുരൂഹ സമാധി 2 ദിവസം കഴിഞ്ഞ് പൊളിക്കാനാണ് തീരുമാനം. ഇതിനുള്ളിൽ ഹൈന്ദവ സംഘടനകളുമായി പോലീസ് ചർച്ച നടത്തും. കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുള്ളതിനാൽ കല്ലറ പൊളിച്ച് പരിശോധന നടത്തണമെന്ന് തന്നെയാണ് സംഘടനകളുമായി ഇന്നലെ ചേർന്ന പ്രാഥമിക ചർച്ചയിൽ സബ് കളക്ടറും പോലീസും അറിയിച്ചിട്ടുള്ളത്. നിലവിൽ നെയ്യാറ്റിൻകര ആറന്മുടി സ്വദേശി ഗോപൻ സ്വാമി കാണാനില്ലെന്ന കേസാണ് നെയ്യാറ്റിൻകര പോലീസ് എടുത്തിരിക്കുന്നത്.